കാടിന് നടുക്ക് ഇങ്ങനെയൊരു കാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യനും പ്രകൃതിയും വേറിട്ട് ജീവിക്കാത്ത കാലത്ത് മലകളും പുഴകളും മറ്റു പ്രകൃതി ശക്തികളും എല്ലാം ദൈവങ്ങളായി. ഈ ദേവതാ സങ്കല്പങ്ങളായിരുന്നു മനുഷ്യ നിലനിൽപ്പിന്റെ ആധാരം. ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങൾ നശിക്കാതെ ഇന്നും നിലനിൽക്കുന്ന അപൂർവം കാനന ക്ഷേത്രങ്ങളിലൊന്ന്. വനത്തിന്റെ നിശബ്ദതയിലും വശ്യതയിലും 999 മലകൾക്കും കാവലായി നിലനിൽക്കുന്ന പാണ്ടിനാടും മലയാളക്കരയും അടക്കിവാണ വീരയോദ്ധാവായ ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന ഇവിടെ വെറ്റിലത്താമ്പൂലം സമർപ്പിച്ച് ഉറക്കെ വിളിച്ചു ചൊല്ലിയാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് വിശ്വാസം. കിഴക്ക് നിന്നും ഒഴുകി വരുന്ന അച്ചൻകോവിലാറിന്റെ തീരത്ത് പത്തനംതിട്ടയിൽ നിന്നും 19 കിലോമീറ്റർ ദൂരത്തായി കോന്നി അച്ചൻകോവിൽ സംസ്ഥാനാന്തര പാതയിൽ കല്ലേലി വനാന്തരങ്ങളിൽ കുടികൊള്ളുന്ന ഊരാളി അപ്പൂപ്പൻ കാവ്. പ്രകൃതി സംരക്ഷണം മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് മുൻനിർത്തി മനോഹരമായി പരിപാലിക്കുന്ന ഒരു കാവാണ് ഊരാളി അപ്പൂപ്പൻ കാവ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ. വാനരയൂട്ടും മീനൂട്ടും ഉദാഹരണങ്ങളാണ്. അച്ചൻകോവിലാറ്റിൽ കാവിന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലാകുന്ന വൻമരങ്ങളിലെ വാനരക്കൂട്ടവുമൊക്കെ കണ്ണിനാനന്ദമാകുന്നു. കാട്ടിൽ നിന്നും ലഭിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളായ നൂറകൻ, മാന്തല്, മടിക്കിഴങ്ങ്, ചിഗറ്, കാവ് എന്നിവയ്ക്കൊപ്പം കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, കിഴങ്ങ് എന്നിവ ഇവിടെ ദിവസവും ചുട്ടുവയ്ക്കുന്നു. ആനയൂട്ട്, വാനരയൂട്ട്, മീനൂട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ആചാരങ്ങൾ. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകളുടെ സംരക്ഷണത്തിനായി ദിവസവും പൂജ നടത്തുന്ന ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങൾ നശിക്കാതെ ഇന്നും നിലനിൽക്കുന്ന അപൂർവം കാനന ക്ഷേത്രങ്ങളിലൊന്ന്. ദ്രാവിഡ നാഗ ഗോത്രങ്ങളുടെ പരമ്പരാഗത കലകളായ കുംഭപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടം കളി, വെള്ളംകുടി നിവേദ്യം, ആഴിപൂജ, കല്ലേലി വിളക്ക് എന്നിവ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഒരിക്കലെങ്കിലും പോയി നോക്കൂ. ഈ കാടിന്റെ വശ്യത ആരെയും ആകർഷിക്കും.